ഒരൊറ്റ സിനിമയിലും എനിക്ക് കിട്ടിയിട്ടില്ല. താങ്ക് യു. ഇങ്ങനെ ആരതിന് പിന്നിൽ സ്റ്റുഡൻസ് ആയിരിക്കും അല്ലേ. താങ്ക് യു സോ മച്ച്. എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാനുള്ള ഒരു അധികാരം ഉണ്ടോയെന്ന് പോലും അറിയില്ല. കാരണം എനിക്കിപ്പോഴും സിനിമ എന്താണെന്നുള്ളത് കംപ്ലീറ്റ്ലി അറിയില്ല. ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ തിരുത്തലും ആകെ കൂടിയൊരു കൊളാപ്പ് മൂഡിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. സോ ഒരൊറ്റ നമ്മുടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കാൻ പോകുന്നു, ഞാൻ സിനിമയിൽ കയറിയതിന് ശേഷം സിനിമ എന്താണെന്ന് അറിയുന്നു, അത്രയേ ഉള്ളൂ. സോ ഞാൻ പറഞ്ഞതുപോലെ സിനിമ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് വെച്ചൊരു ഉപദേശമല്ല, ഒരു ഒരു അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, തട്ടിക്കളയാം. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇവിടെ വന്ന് സംസാരിക്കുന്ന ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഓരോരുത്തരും പറയുന്നതാണ് സിനിമ എന്ന് നിങ്ങൾ ഒരിക്കലും ഡിഫൈൻ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഒന്ന് പറയും, ഞാൻ പറയും ഇതാണ് സിനിമ, ഓക്കെ, നിങ്ങൾ ഇങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് ഓരോ അറിവുകളാണ്. വാട്ട് ഈസ് സിനിമ എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങളിൽ ഓരോരുത്തരുമാണ്. ഇപ്പം ലാലേട്ടന് സിനിമ എന്താണ് എന്നുള്ളത് ഒരു വശമാണെങ്കിൽ, മമ്മൂക്കയ്ക്ക് സിനിമ എന്താണെന്നുള്ളത് വേറൊരു സൈഡായിരിക്കും. കാരണം രണ്ടു പേരും രണ്ട് ഡിഫറെൻറ്റ് ഹ്യൂമൻസാണ്. അവർ സിനിമയിലിറങ്ങി ആ പേഴ്സ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോരുത്തരുടെയും തോട്ട്സ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ സിനിമ ഇസ് ദിസ് എന്ന് ഡിഫൈൻ ചെയ്യേണ്ടത് ആസ് എ ഓൾ ഡിഫൈൻ ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. സോ ഇപ്പം ഞാൻ പോലും ഓരോ സിനിമയും കഴിയും തോറും ഓരോന്നും ഡിഫറെൻറ്റ് പഠിച്ചോ, ഓരോ അപ്പം കനകം കാമിനി കലഹം രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ്. രതീഷ് ചേട്ടൻ പറയുന്നതല്ല ജനഗണമനയിലെ ഡിജു ചേട്ടൻ പറയുന്നത്, അതല്ല ജിതിൻ ഒരു പുതിയ ഡയറക്ടറാണ്. ജിതിൻ്റെ പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റാണ്. ഇപ്പം നമ്മൾ ആസ് എൻ ആക്ടർ പല ആൾക്കാർ, പല കൈൻഡ് ഓഫ് ഡയറക്ടേഴ്സ്, പെർസ്പെക്റ്റീവുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ അവരുടെ സ്റ്റൈലിംഗ് ഡിഫറെൻ്റാണ്. സോ വാട്ട് സിനിമ എന്നുള്ളത് നമ്മൾ അതിലോട്ട് ഇറങ്ങിച്ചെന്ന് നമ്മളുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതിൽ യു ആർ വെരി ലക്കി. നിയോ സ്കൂൾ പോലൊരു നല്ല ഫൗണ്ടേഷനുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് ഓരോ മെൻറ്റേഴ്സും നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അറിവുകളായിട്ട് ഇവിടെ വയ്ക്കുക. ആൻഡ് അതൊരു ഫൗണ്ടേഷനാണ്. അവിടെ നിന്ന് നിങ്ങൾ ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞ് സിനിമ എന്ന മേഖലയിലോട്ട് പല ഏരിയകളിൽ നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾ പല രീതിയിലായിരിക്കും, ഒരാളുടെ എക്സ്പീരിയൻസ് ആയിരിക്കില്ല ഇവിടെ പഠിക്കുക, ഇവിടേക്ക് കിട്ടുക. അപ്പം അതിലൂടെ കെട്ടിപ്പൊക്കി ഇപ്പം ഞാനടക്കം പറഞ്ഞു തരുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അൺലേൺ ചെയ്യേണ്ടി വരും. വിൻസി പറഞ്ഞതല്ല, ഇയാൾ പറഞ്ഞതായിരിക്കും കറക്റ്റ് എന്ന് അൺലേൺ ചെയ്ത് പലതും ലേൺ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഫ്രം മൈ എക്സ്പീരിയൻസ്. പിന്നെ ഒരാഗ്രഹമുള്ളത്, ഇപ്പം എനിക്ക് നായകൻ എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ആണ് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെ. അതില്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല ചിലപ്പം. കാരണം ഞാനൊരൊറ്റ ഓൺലി വൺ ഓഡിഷൻ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അതിൽ കിട്ടിയില്ലേ, ഓക്കെ, ആർക്കിടെക്ചർ പഠിച്ചിട്ട് വേറെ രീതി. എന്തോ ഭാഗ്യത്തിന് ലാൽജു സാർ നമ്മളെടുത്തു. ഇപ്പം ന്യൂ സ്കൂൾ അല്ലെങ്കിൽ ബാക്കി സ്കൂളുകളെ പറ്റിയുള്ള അറിവ് പോലും ഇല്ല. ഇപ്പം നിങ്ങളിൽ നോക്കുമ്പോൾ ഗേൾസ് കുറവാണ്, അല്ലേ, ഗേൾസ് ഇല്ല എന്ന് തന്നെ പറയാമല്ലേ. സോ അവർ മേ ബി അവർക്ക് ആ ചട്ടക്കൂടുകൾ ഇപ്പം എനിക്ക് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി അറിവുകളില്ലാണ്ടായിരിക്കാം. ചിലപ്പോൾ എന്താ പറയുക, ഇപ്പം എനിക്കറിവില്ലാത്ത പോലെ അറിവില്ലാതെയും അല്ലെങ്കിൽ ഇപ്പം ഫിലിം പഠിക്കണം എന്നുള്ളതൊന്ന് തുറന്ന് പറയാൻ, ആ ചട്ടക്കൂടുകൾ പൊളിക്കാൻ പറ്റാതിരിക്കുന്ന ലേഡീസ് ഉണ്ടാവും. അവർ ഇപ്പം നെക്സ്റ്റ് ഇയർ സിബി സാർ എന്നെ വിളിക്കുകയാണെങ്കിൽ അങ്ങനെ കൂട്ടത്തിൽ 2 പേരല്ല കുറേ പേരുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവർക്കും വരാൻ സാധിക്കട്ടെ. ആൻഡ് ഇനി എൻ്റെ പേഴ്സണൽ കാര്യത്തിലോട്ട് വരാം. വീണ്ടും സിബി സാറിന് ഞാനൊരു വലിയ താങ്ക്സ് പറയാണ്. കാരണം ഇവരോടൊക്കെ ഇപ്പം നിങ്ങളോട് ആദ്യമായിട്ട് ഒരു ചാൻസ് ചോദിക്കുന്ന ആദ്യത്തെ ആക്ട്രസ് ഞാനായിരിക്കും. നിങ്ങളൊക്കെ വലിയ നിലയിലെത്തുമ്പോൾ ഞങ്ങളെ ഓർക്കുക, എനിക്കൊരു ചാൻസ് തരും. അപ്പോൾ അപ്പോൾ കുറച്ച് ഏജൊക്കെ ആവുമായിരിക്കും അല്ലേ, കുഴപ്പമില്ല, സെറ്റാക്കാം. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എനിക്കറിയാം നിങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തുന്നുള്ളത് ഉറപ്പാണ്, ഷുവറാണ്. സോ കൺസിഡർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് സിബി സാർ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഇത് എനിക്ക് കിട്ടിയൊരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതുന്നത്. ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് അല്ല, എന്നിട്ടും ഹി ഇൻവൈറ്റഡ് മീ. എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റി. അതും
ഭാവിയിലെ വാഗ്ദാനങ്ങളോട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.